ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നിലമ്പൂരിലാണ്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിലമ്പൂരിൽ നമ്മൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇത് നമ്മളെ കനോലി റോഡാണ്. അതായത് നമ്മളെ നിലമ്പൂരിൽ നിന്നും മഞ്ചേരിയിലേക്കും വണ്ടൂരിലേക്കും ഒക്കെ പോകുമ്പോൾ കാണുന്ന അതിമനോഹരമായ ഒരു ചാലിയാർ പുഴയുടെ തീരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പൊക്കെ നൽകി നിൽക്കുന്ന ഹരിതാപമായ ഒരു സ്ഥലത്താണ് ഈ കനോലി റോഡുള്ളത് കേട്ടോ. നിങ്ങൾ ഒരുപാട് റീൽസിലും ഷോർട്സിലൊക്കെ ഈ ഒരു റോഡിൻ്റെ പലതരത്തിലുള്ള ഭംഗി കണ്ടിട്ടുണ്ടാവും. മഴയത്തുള്ളത്, വെയിലത്തുള്ളത്, രാവിലെ ഉള്ളത്, ഈവനിങ്ങിലുള്ളത്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കനോലി പ്ലോട്ടിൻ്റെ മുൻവശത്തുള്ള ഈ റോഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കനോലി പ്ലോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കനോലി പ്ലോട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ തേക്ക് മരങ്ങൾ ഒരുപാട് കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടുന്ന് ലേലം ചെയ്തൊക്കെ പോകുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ പകർത്തിയതിന് ശേഷം നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ ഗേറ്റിന് മുൻവശത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ അടുത്ത് നിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ബൈക്കും കാറും എല്ലാ വണ്ടികളും കയറ്റാൻ പറ്റും. അതിനകത്ത് പാർക്കിങ്ങൊക്കെ ഉണ്ട്. ഏകദേശം 50 രൂപയാണ് നമുക്കിവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ. അതേപോലെ ബൈക്കിനും പാർക്കിങ്ങും ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇതവിടെ ഇതിനെക്കുറിച്ചൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അതുപോലെ ഇത്തരം നിർമ്മിതികളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞു തരണേ. നമ്മൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അറിയിച്ചു കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ അറിവിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ഥലം കാണാം. ഇവിടെയാണ് നമ്മൾ ജങ്കാറിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. ജങ്കാറിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമ്മളിവിടെ ശരിക്കും കനോലി പ്ലോട്ട് എന്ന് പറയുന്നത് ചാലിയാർ പുഴയുടെ അക്കരയാണ്. അപ്പോൾ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ തൂക്കുപാലത്തിലൂടെ ആയിരുന്നു. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രളയത്തിൽ നമുക്ക് ആ തൂക്കുപാലം ഇവിടെ നിന്നും ഒലിച്ചു പോവുകയും ഡാമേജ് ആവുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് ഇതുപോലെ ഇതിനകത്ത് കൂടി നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ജങ്കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് എത്തുക. അപ്പോൾ നമ്മൾ തൂക്കുപാലം പോയതുകൊണ്ട് നമ്മൾ ചാലിയാർ പുഴ മുറിച്ച് കടക്കാൻ വേണ്ടി ജങ്കാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ജങ്കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ താഴെ ഒരുപാട് പേര് മുന്നേ പോയവർ തന്നെ ജങ്കാറിൽ അക്കരയ്ക്ക് പോകാൻ കാത്തു നിൽക്കുന്നുണ്ടെന്നും സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും അറിഞ്ഞതിനാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാനും പിന്നെ വേറൊരു ആവശ്യവുമായി കുറച്ച് തിരക്കിലായതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് പോയുള്ള കാഴ്ചകൾ കവർ ചെയ്യാൻ പറ്റിയില്ല. അത് ഉടൻ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടാണ് കനോലി പ്ലോട്ട്. ബ്രിട്ടീഷ് റൂൾ ടൈമിൽ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് മലബാർ കളക്ടറായിരുന്ന HB കനോലി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു തേക്കുതോട്ടം, മനുഷ്യനിർമ്മിതമായ ഈ ഒരു തേക്കുതോട്ടം ഉണ്ടാക്കിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിലമ്പൂർ വന്ന് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തേക്കും ഇവിടുന്ന് മുറിച്ച് കടത്തുകയും പിന്നെ തേക്കിൻ്റെ ആവശ്യം കൂടുകയും തേക്ക് ആവശ്യത്തിന് കിട്ടാതിരിക്കുകയും ചെയ്തപ്പോഴാണ് അവർ ഈ തേക്കുതോട്ടം ഒരു 5.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സ്ഥാപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതുപോലെ നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അട്രാക്ഷൻ നമുക്ക് ഉണ്ട് ഇവിടെ കവർ ചെയ്യാൻ.
അപ്പോൾ നമ്മൾ HV കനോലിയുടെ ആ തേക്ക് തോട്ടത്തിലേക്ക് പോവാതെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ജങ്കാർ എടുത്ത് അതിനപ്പുറത്തേക്ക് കടന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് നക്ഷത്രവനം? നക്ഷത്രവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അപ്പോൾ നക്ഷത്രവനത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. നമ്മളെ നാളുകളുണ്ടല്ലോ, അശ്വതി, ഭരണി അങ്ങനെ തുടങ്ങി വരുന്ന ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന മരത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്തി വരുന്ന ഓരോ മരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ നക്ഷത്രവനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ അതിൻ്റെ നാളും എന്താണ്, ഏത് മരമാണ് എന്നുള്ളതും കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾ ഏത് നാളാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് നക്ഷത്രക്കാരാണോ ആ നക്ഷത്രത്തിന് വരുന്ന മരം ഏതാണ് അല്ലെങ്കിൽ വൃക്ഷം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാൻ കഴിയും. നക്ഷത്രവനം അവിടെ ന്യൂലി പ്ലാന്റഡ് ആണ് കേട്ടോ, പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തതാണ്. അതുകൊണ്ട് വലിയ നക്ഷത്രവനം ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കാഴ്ചയിൽ എന്തൊക്കെയാണെന്നുള്ളൊരു അറിവ് നൽകാനുള്ള ഉപകാരപ്രദമായ ഒരു സംഭവമായിട്ട് എനിക്കിതിനെ തോന്നി. എല്ലാ നാളും ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് എണ്ണി നോക്കണേ. വീഡിയോ കാണുന്നവർ ആദ്യം മുതൽ കണ്ടാൽ അത് മനസ്സിലാവും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ബട്ടർഫ്ലൈസ് പാർക്ക് ഉണ്ട്. ഇവിടെ എത്ര തരം ബട്ടർഫ്ലൈസിനെയാണ് കാണാൻ കഴിയുക, അതിലേതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയം ഒരു ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ബട്ടർഫ്ലൈസിനെ നമുക്ക് ശരിയായ രീതിയിൽ കാണാൻ പറ്റിയില്ല. ഇത്രയും വെറൈറ്റി ബട്ടർഫ്ലൈസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മറ്റ് പല ആവശ്യങ്ങൾക്കും വരുന്ന യാത്രക്കിടയിൽ പകർത്തുന്നതായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചെന്നെത്തേണ്ട സമയത്ത് നമ്മൾക്ക് എത്തിക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിനാൽ നമ്മൾ കാണാൻ അല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് പകർത്താനും അവരുടെ മുന്നിലേക്ക് എത്തിക്കാനും കഴിയണം എന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ നമുക്കുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനും ഇനിയും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളുമായി ഇനിയും വരാം, കാത്തിരിക്കുക. താങ്ക് യു.